ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാർ, കർത്താവിൽ സ്നേഹമുള്ള ഇടവകയിലെ പ്രിയപ്പെട്ട അംഗങ്ങൾ, പ്രിയ കുഞ്ഞുങ്ങൾ, വയസ്സംഗങ്ങൾ എല്ലാവർക്കും ക്രിസ്തയേശു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. 2026 ജനുവരി മാസം ഓരോ ദിവസവും നമ്മെ പരിപാലിക്കുന്നു. ഒരു പുതിയ വർഷത്തിൽ ഈ ഒരു ഇടവകയുടെ നവതി ആഘോഷങ്ങളോട് അതിൻ്റെ സമാപന ദിവസമായി ഇന്ന് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഏറ്റവും വലിയ ഒരു കൃതജ്ഞാർപ്പണമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. യൂഖറിസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഐ ഗീവ് താങ്ക്സ് എന്നാണ്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. ദൈവസന്നിധിയിൽ നന്ദിയുടെയും സ്തോത്രത്തിൻ്റെയും സ്വരങ്ങളോടുകൂടെ ഇന്ന് നമുക്ക് അടുത്തു വരുവാനായിട്ടിടയായിത്തീർന്നു. ഇത് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ആദ്യമായി വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠകളിലൊക്കെയും സംബന്ധിപ്പാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കുന്നു. ദൈവത്രത്തോളം നമ്മെ വഴി നടത്തി സഹായിച്ചു. ഇടവകയായി കഴിഞ്ഞ 90 വർഷം ഈ ദേശത്ത് നിലനിൽപ്പാനായിട്ട് നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെയും ദൈവം ശരിയതായിട്ടുള്ള അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് ദൈവത്തെ നന്ദി കരേറ്റുവാൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ദൗത്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള പുനഃപ്രതിഷ്ഠയുടെ അനുഭവമായി ഇന്നത്തെ ഈ ശുശ്രൂഷകളൊക്കെയും തീരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വചന ധ്യാനത്തിന് വേണ്ടി ഇന്ന് വിശുദ്ധ എവൻഗേലിയനായിട്ട് വായിച്ചതായിട്ടുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞു, നിങ്ങളുടെ വേദപുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ വാക്യം പഠിക്കണം. ഇന്നത്തെ ഒരു വാക്യം പറയാം നിങ്ങൾക്ക്. വേദപുസ്തകം എടുത്ത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് വായിച്ചത്. The Gospel according to Saint Matthew, chapter 6, verses 19 to 34. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അതിലൊരു വാക്യം നിങ്ങൾ ഇന്ന് തന്നെ കാണാതെ പഠിക്കണം. അതാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാനായിട്ട് പോകുന്നത്. മത്തായി കണ്ടില്ലയോ? പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമാണ് മത്തായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുമ്പേ, വേദപുസ്തകം നിങ്ങളുടെ കൈ കിട്ടിയാൽ ഉടനെ നിങ്ങൾ എല്ലാ ദിവസവും വായിക്കണം. അതിലേതൊക്കെയാണ് പുസ്തകം, എവിടെയൊക്കെയാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഉറക്കെ ഒന്ന് വായിച്ചാൽ, കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരാൾ വായിച്ചാൽ, അവർക്ക് വായിക്കാൻ അറിയാമെന്ന് അറിയണ്ടേ? ഉറക്കെ ഒന്ന് എണ്ണീറ്റ് വായിച്ചു. അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ സീക്ക് ഫസ്റ്റ് ദി കിങ്ഡം ഓഫ് ഗോഡ്. നമ്മളൊരു പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സീക്ക് ye first the kingdom of God and his righteousness. ഇപ്പോഴൊന്നും അത് പാടാറില്ലായിരിക്കും കോറസ്. അറിയാമോ നിങ്ങൾക്ക്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. Seek ye first the kingdom of God and his righteousness, and all these things shall be added unto you. Hallelujah, 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 hallelujah. മുമ്പേ അവന്റെ രാജ്യവും നീതി. Seek ye first the kingdom of God and his righteousness, and all these things shall be
added unto you. അത്രയേ ഉള്ളൂ. ഒന്നുകൂടി പാടണോ? നിങ്ങൾ പഠിക്കുമെങ്കിൽ പാടാം. Seek ye first the kingdom of God and his righteousness, and all these things shall be added unto you. Hallelujah, 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 hallelujah. ദൈവമായ കർത്താവേ, നിന്റെ വചനം ഞങ്ങൾക്ക് നൽകി തരുന്ന ദിവ്യമായ പ്രകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായി ലോകത്തിൽ ജീവിപ്പാനായിട്ട് ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഇടവയെ മുഴുവനായി അനുഗ്രഹിക്കണമേ. ദൈവജനത്തെ അവിടുത്തെ കൃപയിലും ശക്തിയിലും നിലനിർത്തണമേ. ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങൾ തിരിച്ചറിയുന്നവരായി നിന്നിൽ ആശ്രയമുള്ളവരായി നിലനിൽപ്പാനിടയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. കരുതുന്ന ദൈവത്തിലുള്ള ആശ്രയം എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് ഇന്ന് ചിന്തിപ്പാനായിട്ടുള്ള വിഷയം. ട്രസ്റ്റിംഗ് ഇൻ എ കെയറിംഗ് ഗോഡ്. ട്രസ്റ്റ് ഇൻ എ ഗോഡ് ഹു കെയർസ് ഫോർ us. നമ്മെ കരുതുന്ന ഒരു ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരോടാണ് പറയുന്നത്? തന്നെ കേൾക്കാനായിട്ട് വരുന്നവരോടാണ് കർത്താവ് പറയുന്നത്, അല്ലേ? അല്ലാത്തവരോട് എങ്ങനെ പറയുന്നു? തന്നെ കേൾക്കാനായിട്ട് വന്നവർ വളരെ ആഗ്രഹത്തോടുകൂടെ തന്നെ സമീപിച്ചതായിട്ടുള്ള ആളുകളാണ്. അന്ന് ആരൊക്കെയാണ് യേശുവിനെ കേൾക്കാനായിട്ട് വന്ന്? സമൂഹത്തിൽ പീഡിതരായിട്ടുള്ളവര്, വിമോചനം ആഗ്രഹിക്കുന്നവര്, അപ്പത്തിന് വേണ്ടി വിശന്നവര്, വെള്ളത്തിന് വേണ്ടി ദാഹിച്ചവര്, നീതിക്ക് വേണ്ടി വിശന്നവരും ദാഹിച്ചവരും. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അയച്ചിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് കർത്താവ് ഈ ഒരു ദൈവരാജ്യ സന്ദേശം പുരുഷാരത്തോട് അറിയിക്കുകയാണ്. അവിടെ വിശക്കുന്നവരും ദാഹിക്കുന്നവരും ഒക്കെ ഉണ്ട്. അവർക്ക് വിശപ്പും ദാഹവും ഒക്കെ കർത്താവ് തീർത്തതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഈ അപ്പത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ഒരിക്കലും വിശക്കാത്തതായിട്ടുള്ള അപ്പം, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്ന ഒരു നാളും വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. ആ കർത്താവാണ് ഈ ഒരു ഉപദേശം അവർക്ക് നൽകുന്നത്. കാരണം തങ്ങൾ ജീവിതത്തിൻ്റെ ആകുലതകളുമായിട്ട് കടന്നു വന്നിട്ടുള്ളവരാണ്. നാളെപ്പറ്റി വിചാരപ്പെടുന്നവരാണ്, ആശങ്കപ്പെടുന്നവരാണ്. അവരോടാണ് കർത്താവ് എന്ത് പറയുന്നത്? നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറയുന്നു. ഡു നോട്ട് ബി ആങ്ഷ്യസ്. നാളെയെക്കുറിച്ചുള്ള വിചാരം നമ്മൾ പാടും, നാളെ കൊണ്ടൻ മനസ്സിൽ. ആ ഭക്തനായിട്ടുള്ള മനുഷ്യന്റെ ജീവിതത്തിലെ താല്പര്യവും ആഗ്രഹവുമാണ് പാടിയത്. അദ്ദേഹം അങ്ങനെ ജീവിച്ച ആളാണ്. നമ്മളൊക്കെ പാടുന്ന ഒരു രസത്തിന് വേണ്ടി പാടുന്നെന്ന് മാത്രമേ. നാളെ കൊണ്ട് എൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. ദൈവം എന്നിട്ട് കർത്താവ് പറയുകയാണ്, പ്രകൃതിയിലേക്ക് നോക്കുക, ആകാശത്തിലെ പറവുകളെ നോക്കുക, വയലിലെ പുഷ്പം നോക്കുക. വളരെ നിസ്സാരമെന്ന് തോന്നുന്നതായിട്ടുള്ള, നമ്മൾ ആരും ശ്രദ്ധിക്കാത്തതായിട്ടുള്ള സംഗതി കർത്താവ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രകൃതിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനായിട്ട് പറയുകയാണ്. ഇത്ര മനോഹരമായിട്ട് ദൈവം ചമച്ചൊരുക്കുന്നതായിട്ടുള്ള ഈ പ്രകൃതിയിലെ നിസ്സാരമെന്ന് തോന്നുന്ന വസ്തുക്കളെ, എന്നാൽ ശലോമോൻ പോലും ഇതിനോളം ചമഞ്ഞിരുന്നില്ല. ആത്മവിശ്വാസികളെ നിങ്ങളെപ്പറ്റി അവൻ എത്രയധികം വിചാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പലതിനെ പറ്റിയുള്ള വിചാരപ്പെടലിലാണ് നമ്മളെല്ലാവരും, ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ വിചാരപ്പെടുക എന്നുള്ളൊരു സ്വഭാവം നമുക്കുണ്ട്. വിചാരപ്പെടൽ എപ്പോഴാണ് നമുക്ക് ദോഷമായി ഭവിക്കുന്നത്? ഇന്ന് കൂടുതൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ, ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ,
അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. മനുഷ്യ മനസ്സിലെ മഥിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. കൂടുതൽ നേടുന്തോറും കൂടുതൽ നേടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ മനുഷ്യൻ ലോകത്തിൻ്റെ പിന്നാലെ നെട്ടോട്ടമോടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന് തൻ്റെ ജീവിതത്തെ പറ്റിയുള്ള അമിതമായിരിക്കുന്ന ഉത്കണ്ഠ പാടില്ലെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിലുള്ള വിശ്വാസം, ആ ദൈവത്തിലുള്ള ആശ്രയം ഉള്ളവരായി ലോകത്തിൽ ജീവിപ്പാനായിട്ടുള്ള ഒരു വലിയ ക്ഷണമാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. ഈ ലോകത്തിൽ ദൈവം നമ്മളെ കരുതുന്നു. ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ്? ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ, നിങ്ങളാരും ഒന്നും പറയുന്നു, നിങ്ങളുടെ ബൈബിളിലുള്ള കാര്യം, ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ. അപ്പോൾ ആഹാരത്തേക്കാൾ നമ്മുടെ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ. അപ്പോൾ നിങ്ങളെപ്പറ്റിയുള്ള കരുതലുള്ളവനാണ് ദൈവം. യു ആർ സോ പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പാകെ നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? വിലയുള്ളവരാണ്. നമ്മൾ വില കൊടുക്കുന്ന എന്താ? വാട്ട് വി ഹാവ്, അവർ ബിലോങ്ങിങ്സ്. നമ്മുടെ ബിലോങ്ങിങ്സ് അല്ല നമുക്ക് വില നൽകുന്നത്. എത്ര ലക്ഷം രൂപയുള്ള കാറിലാണ് ഞാൻ നടക്കുന്നത്, എത്ര രൂപയുള്ള വസ്ത്രമാണ് ഞാൻ ധരിക്കുന്നതെന്നുള്ളതല്ല എൻ്റെ വിലയെന്ന് പറയുന്നത്. പിന്നെയോ ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ജീവൻ്റെ തുടിപ്പുണ്ട്. ആ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതായിട്ടുള്ള ജീവൻ്റെ തുടിപ്പ്, ദൈവം നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ ദാനം, അതാണ് ദൈവം വിലയുള്ളതായിട്ട് കണ്ട് ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഉടുപ്പിനേക്കാൾ ശരീരം വലുതാണ് എന്ന് കാണുവാനും ആഹാരത്തേക്കാൾ ജീവൻ വലുതാണെന്ന് കാണുവാനും നമുക്ക് സാധിക്കണം. ഇവിടെ കർത്താവ് പറയുന്നു, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. വിചാരപ്പെടൽ എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ദിവസത്തെയും ദുസ്സഹമാക്കും, നാളത്തെ ദിവസത്തെയും ദുസ്സഹമാക്കും. ഇന്നത്തെ വിചാരപ്പെടലോടുകൂടെ നാളത്തെ വിചാരപ്പെടലോട് ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം വളരെയധികം ഒരു വലിയ നിരാശയിലേക്കോ ഒക്കെ കൂപ്പുകുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അനേക ആളുകളെ നമ്മൾ കാണുകയാണ്. ജീവിതത്തെ പറ്റിയുള്ള ഒരുപാട് വിചാരപ്പെടൽ എന്തായി തീരും എന്നുള്ളതായ ചിന്ത. എന്നിട്ട് കർത്താവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന എന്താണ്? ജീവിതത്തിൽ വിലയുള്ളത് എന്താണെന്നുള്ളത് കണ്ടെത്തുക. ആ ഒരു ഭാഗത്താണ് കർത്താവിടെ വിചാരപ്പെടുന്നതിനെ പറ്റി പറയുന്നത്. ദൈവത്തിൽ ആശ്രയത്തോടുകൂടെ ജീവിക്കുക. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ജാതികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളോർക്കും ക്രിസ്ത്യാനികളല്ലാത്തവരാണ് ജാതികളെന്ന്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ദൈവത്തിലുള്ള ആശ്രയമില്ലാത്തവരെയാണ് ഇവിടെ ജാതികളെന്ന് പറയുന്നത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു പറയുമ്പോൾ ദൈവവിശ്വാസമുള്ളവരെയാണ്, ഇല്ലാത്തവരെയാണ് ജാതികളെന്ന് ഇവിടെ കർത്താവ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കരുതുന്ന ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നു. വിലയുള്ളതിനെ കണ്ടെത്തുവാനായിട്ട് ഞാനിപ്പോൾ വായിച്ച വാക്യത്തിൽ പറയുന്നതാണ്, മുമ്പേ അവന്റെ രാജ്യവും അതോടുകൂടെ ഈ വിചാരപ്പെടുന്നു. ആ കാര്യങ്ങളെല്ലാം ദൈവമാണ് നമുക്ക് വേണ്ടി നിറവേറ്റുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിലയുള്ളതിനെ കണ്ടെത്തുന്നതിനും വിലയുള്ളതിനെ അന്വേഷിക്കുന്നതിനും അതിനെ കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ആവശ്യമാണ്. നമ്മളിന്ന് മുമ്പേ പറഞ്ഞതുപോലെ ആഹാരം,
നഷ്ടപ്പെട്ടു പോകുന്നതാണ്. വസ്ത്രവും അതിന് വലിയ നിലനിൽപ്പില്ല. എന്നാൽ നിലനിൽക്കുന്ന എന്താണ്? വിലയുള്ളതിനെ അന്വേഷിച്ച് അതിനെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു ശ്രമം. സീക്ക്. എന്തിനെയാണ് അന്വേഷിക്കണമെന്ന് പറയുന്നത്? വിലയുള്ളതിനെ അന്വേഷിക്കണം. നമ്മൾ ഇന്ന് വിലയുള്ളത് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പല കാര്യങ്ങളും നമുക്ക് ഈ ലോകത്തിൽ വിലയുള്ളതായിട്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് ദൈവരാജ്യവും നീതിയുമാണ് നിലനിൽക്കുന്ന മൂല്യമുള്ളത്, അതിനാണ് സ്ഥായിയായിട്ടുള്ള സ്വഭാവമുള്ളത്. ഇവിടെ മുമ്പ് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് നിക്ഷേപം സ്വരൂപിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. ഈ ലോകത്തുള്ള ധനവും എല്ലാം കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്നതാണ്, നഷ്ടപ്പെട്ടു പുഴുവും തുരുമ്പും കെടുത്തു കളയുന്നതാണ്, അവയ്ക്ക് വലിയ നിലനിൽപ്പില്ലാത്തതാണ്. എന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം കരുതുന്നവരായിട്ട് നിങ്ങൾ തീരണം. ആ സ്വർഗത്തിലുള്ള നിക്ഷേപങ്ങളെ സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങളെ ബൈബിൾ കൊടുത്തത്. അവരെ വിശുദ്ധ കുർബാനയോടും സഭയോടും ശുശ്രൂഷകളോടും ഒക്കെ ബന്ധത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലൂടെ ദൈവരാജ്യത്തെ പറ്റിയുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് വളരുവാനായിട്ട് അവരെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. ഒരു ധനികനായ വ്യക്തിയെപ്പറ്റി കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. അത് ആരാ? റിച്ച് യങ്, നോട്ട് യങ്, റിച്ച് ഫുൾ. ധനികനാണ്, എന്നാൽ കർത്താവിനെ വിളിക്കുന്നത് എന്താണ്? ദൈവനെ വിളിക്കുന്നത് എന്താണ്? മൂഢ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവൻ ഒരുപാട് കരുതി വെച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞാണ് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അപ്പോഴാണ് പറയുന്നത്, ഈ രാത്രിയിൽ നിന്റെ ജീവൻ നിന്നോട് ചോദിച്ചാൽ ഈ കരുതി വെച്ചതൊക്കെ ആർക്കാകുമെന്ന് പറയുകയാണ്. അപ്പോൾ അവനെ വിളിക്കുന്നത് എന്താണ്? മൂഢനെന്നാണ്. ഈ ലോകത്തിൽ തങ്ങൾക്ക് വേണ്ടി കരുതുന്നവരെല്ലാം ആ വ്യക്തിയെ പോലെ ആയിത്തീരുമെന്ന് കർത്താവ് പറയാണ്. അതുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നനായി തീരുക എന്നുള്ള ഒരു അനുഭവം. അതുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നതയിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ലോകത്തിലെ നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ദൈവവിഷയമായുള്ള സമ്പന്നതയിൽ ജീവിച്ചില്ലെങ്കിൽ നമുക്കിതൊക്കെ വ്യർത്ഥമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ചില മുൻഗണനകൾ കൊടുക്കേണ്ടത്, ചില പ്രയോറിറ്റീസ് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഉപമയിൽ എന്താണ് നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും എന്തിനാണ് നമ്മൾ രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടതെന്നും ഏറ്റവും അവസാനത്തെ സ്ഥാനം എന്തിനാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇന്ന് നമുക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഏറ്റവും താഴെയുള്ളതിന് നമ്മൾ ആദ്യത്തെ സ്ഥാനം കൊടുക്കും. മൂന്നാമത്തതിന് ആദ്യത്തെ സ്ഥാനം കൊടുത്താൽ നമ്മുടെ ഓർഡർ ശരിയാകുകയില്ല എന്നുള്ളത് കർത്താവ് പറയാണ്. പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യണം. ആ പ്രയോറിറ്റി നമ്മൾ എന്തിനാണ് പ്രാമുഖ്യം നൽകുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാധാന്യം നൽകുന്നത്? ആ ധനികനായിരിക്കുന്ന മൂഢനായിരിക്കുന്ന വ്യക്തിയോട് കർത്താവ് പറയാണ്, ദൈവവിഷയമായി സമ്പന്നതയിൽ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഈ ലോകത്തിൻ്റെ ധനത്തിലും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളിലുമാണോ നമ്മൾ കണ്ണു നട്ടിരിക്കുന്നത്? കർത്താവ് തുടർന്ന് സ്വർഗരാജ്യത്തെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. മർക്കോസ് 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തെ പറ്റി ഒന്നിനു പുറകെ ഒന്നായി ഉപമകൾ പറയുന്നുണ്ട്. അതിൽ അവിടെ പറയുന്നുണ്ട്, 45-ഉം 46-ഉം വാക്യങ്ങളിൽ പറയുന്നു, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യമാകും. സ്വർഗരാജ്യം എന്താണ്? നല്ല മുത്ത് അന്വേഷിക്കുന്നതായ വ്യാപാരിയോട് സദൃശ്യമാകുന്നു. തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ മുത്ത് സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൻ വിലയേറിയ മുത്ത് കണ്ടെത്തിയാറ് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും മൂല്യമുള്ളതിനെ കരസ്ഥമാക്കുവാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? തൻ്റെ കയ്യിലുള്ളതെല്ലാം വിറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നേടിയെടുക്കേണ്ടത് ആ മുത്താണ്, ഏറ്റവും വിലപിടിപ്പുള്ളതായ ആ മുത്താണ്,
മറ്റുള്ളതൊക്കെ എനിക്ക് ഇല്ലെങ്കിലും സാരമില്ല, അതെല്ലാം വിൽക്കുന്നതിന്, ഉപേക്ഷിച്ച് കളയുന്നതിന് ഞാൻ തയ്യാറാണ്. അപ്പോൾ ചിലതൊക്കെ ഉപേക്ഷിച്ച് കളയുമ്പോൾ മാത്രമേ നമുക്ക് ചിലതൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടതെന്നും എന്തിനെയാണ് നേടേണ്ടതെന്നും നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഉപേക്ഷിക്കേണ്ടവയെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുകയും നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളവയെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കളയും ചെയ്താൽ നമ്മളും കർത്താവ് പറഞ്ഞതുപോലെ ആ മൂഢ മനുഷ്യരുടെ അനുഭവത്തിലായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവരാജ്യം എന്ന ഈ വലിയ മുത്ത് കണ്ടെത്തിയവരൊക്കെയും അതിനെ ജീവിതത്തിൽ അനുഗമിച്ച് നേടിയെടുത്തവരാണ്. ഹിന്ദി സാഹിത്യം പഠിച്ചതുകൊണ്ട് രമാബായിയെ പറ്റി പറയാതിരിക്കാനായിട്ടൊക്കത്തില്ല. കവയിത്രിയായിരുന്ന രമാബായി അവര് രാമനോടുള്ള ഭക്തിയുടെ ലഹരിയിൽ പാടി മേനെ രാമരത്തന് ധന പായോജി, മേനെ രാമരത്തന് ധന പായോജി. ജീവിതത്തിൽ ആ വലിയ അമൂല്യനിധി എന്ന് അവർ കണ്ടെത്തിയത്, ആ ധനം കണ്ടെത്തിയപ്പോൾ അവരതിൻ്റെ ആനന്ദലഹരിയിൽ പാടിയതാണ്. ഒരുപാട് കവിതകൾ എഴുതി. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ധനം എന്താണ് ഏറ്റവും മൂല്യമുള്ളതെന്ന് കണ്ടെത്തി. സാധു സുന്ദർ സിംഗ് അത് അന്വേഷിച്ച് നടന്നു. താൻ എല്ലായിടത്തും പരതിയിട്ടും കിട്ടിയില്ല. അവസാനം യേശുക്രിസ്തു തനിക്ക് വെളിപ്പെട്ടു. ആ വലിയ ഒരു ധനം അവൻ കരസ്ഥമാക്കി. അതിനെ പ്രസംഗിക്കാനായിട്ട് ലോകത്തിൽ മുഴുവൻ നടന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ വിദ്യ കൊണ്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെന്ന് ചിന്തിച്ചു. എന്നാൽ താൻ യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നപ്പോൾ അവൻ പറയുന്നത് എന്താണ്? ഇതൊക്കെ എനിക്ക് ചപ്പും ചവറുമാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിമിത്തം ഞാൻ എല്ലാം ചവറെന്ന് എണ്ണുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള കാരണം എന്താണ്? ജീവിതത്തിൽ ഏറ്റവും മൂല്യമായതിനെ കണ്ടെത്തി കഴിയുമ്പോൾ മറ്റുള്ളതൊന്നും പ്രാധാന്യമില്ലാത്തതാണെന്ന് കാണാനുള്ള തിരിച്ചറിവാണ്. ഈ ലോകത്തിലെ ചില നഷ്ടങ്ങളൊക്കെ സഹിച്ചാലും എനിക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതായ ഒരു ഉറപ്പാണ് ഒരു ഭക്തനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവന് നൽകുന്നതായ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നു. ഐസക് വാട്സ് പാടി, ഈ ലോക ലാഭഡംഭങ്ങളെല്ലാം നഷ്ടം നിന്ദ്യം എന്നെണ്ണുന്നേൻ. മഹത്വപ്രഭു മരിച്ച ആശ്ചര്യ ക്രൂശിൽ ഞാൻ നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ലാഭഡംഭങ്ങൾ, അത് പൗലോസ് പറഞ്ഞതായിട്ടുള്ള വാക്കുകളാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ലാഭഡംഭങ്ങളും നേട്ടങ്ങളുമെല്ലാം നഷ്ടമെന്നും നിന്ദ്യമെന്നും പരിത്യാജ്യമെന്നും ഞാൻ കാണുന്നു. ആ ഒരു അനുഭവത്തിൽ എത്തിച്ചേരുവാൻ നമ്മയും നമ്മുടെ തലമുറകളെയും പഠിപ്പിച്ചില്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ലോകത്തിന് വേണ്ടി നേടും, നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആയുസ്സിനെ തന്നവന് ആയുസ് സമർപ്പിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആയുസ് തന്ന ദൈവത്തിന് ആയുസ് സമർപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലാതെ നമ്മുടെ നേട്ടങ്ങളല്ല, നമ്മൾ ഈ ലോകത്തിൽ നേടിയെടുക്കുന്ന ഒരുപാട് ഭൗതികതയുടെ നേട്ടങ്ങളല്ല, ആയുസ് തന്നവന് ആയുസ് സമർപ്പിക്കുന്നതാണ് ഈ നേട്ടമെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മളിന്ന് കരുതിയിരിക്കുന്ന ഈ നേട്ടങ്ങളും നമ്മുടെ ഭൗതികതയുടെ ഒരുപാട് ആസക്തികളും നമ്മെ ഒരുപാട് ആകുലതയിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ലാഭകരമായിട്ടുള്ളത്? ഈ ലോകത്തിൽ നമ്മൾ നേടുന്നതൊക്കെയും അവിടെ നമുക്ക് നമ്മുടെ സീറ്റ് നഷ്ടപ്പെട്ടു പോയാൽ ഇവിടെ ഏത് സീറ്റ് ഉറപ്പിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ഞാൻ ഇവിടെ എത്രമാത്രം വലിയ സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിലും എൻ്റെ അവിടുത്തെ സീറ്റ് പോയി കഴിഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? ഇത് കുറച്ച് നാളത്തേക്കുള്ള സീറ്റാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും വിലപിടിപ്പുള്ളതും മൂല്യമുള്ളതിനെയും ഞാൻ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ളതിനെ ഞാൻ പിന്തുടർന്നാൽ എന്നെപ്പോലെ മൂഢനായിട്ടുള്ള മനുഷ്യനാരുണ്ട്?
അതുകൊണ്ട് ആ ഒരു വലിയ തിരിച്ചറിവിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മെ ദൈവം സഹായിക്കട്ടെ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും സകലവും നിങ്ങൾക്ക് കിട്ടും. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകും.